ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജിസയിൽ വന്നിട്ട് ഒരുപാട് ബിഗ് ബോസിന്റെ റൂൾസുകൾ തെറ്റിക്കുന്നുണ്ട്. ബിഗ് ബോസ് ലെറ്റർ കൊടുത്തിരുന്നു റൂൾസ് തെറ്റിക്കുന്നവരെ കുറിച്ച് വായിക്കാൻ. അത് അനീഷ് വായിച്ചത് അവിടെ ഒരു ഓർണമെന്റായി മാറി. ജിസേൽ ആ ലെറ്ററിനെ മേടിച്ചു. ബിഗ് ബോസ് കൊടുത്ത അറിഞ്ഞില്ലെങ്കിൽ പണിപ്പുര വീട്ടിലേക്ക് പോകേണ്ട ഓരോ സെക്കൻഡും ഒരു സെക്കൻഡ് കട്ടാവുമെന്ന് ബിഗ് ബോസ് വാൺ ചെയ്തിരുന്നു. ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്കിൽ പണിപ്പുരയിൽ പോവാൻ ഓർഡറായി ഇരിക്കുവാൻ പറഞ്ഞു. ഫസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് 20 സെക്കൻഡും സെക്കൻഡ് ഇരിക്കുന്ന ആൾക്ക് 15 സെക്കൻഡും മറ്റുള്ളവർക്ക് 10 സെക്കൻഡുമാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഷാനവാസ് ക്യാപ്റ്റനായിട്ട് നല്ല ഒരു കറക്റ്റായ ഡിസിഷൻ എടുക്കുന്നുണ്ട് ഷാനവാസ്. പക്ഷെ ഇവര് ഗെയിമിനെ വെച്ചിട്ട് ഗെയിമിന് അനീഷ് ഭയങ്കര കുളവാക്കി. ആ ഗെയിമിന്റെ ടാസ്കേ ക്യാൻസലായി പോയി. ബിഗ് ബോസ് ഈ സീസൺ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. കാരണം ഒരാളും ഈ റൂൾസുകൾ ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഈ ബിഗ് ബോസ് പറയുന്നതും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതുവരെ ഇങ്ങനെ ഒരു സീസൺ ഉണ്ടായിട്ടില്ല. ബിഗ് ബോസ് മലയാളം സീസൺ ഹിസ്റ്ററിയില് സെക്കൻഡ് വീക്കിൽ തന്നെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ പറഞ്ഞു. അതിനുള്ള നോമിനേഷനും നടന്നു. അതിൽ 6 പേരാണ് നോമിനേഷൻ ആയിരിക്കുന്നത്. അവര് കലാഭവൻ സരികയും അനീഷ് ഒനിയൽ, രേണുസുധി, സരിക കെ പി, റെന ഫാത്തിമയായിരുന്നു നോമിനേഷനുള്ള ആൾക്കാര്. ഈ 6 പേര് അല്ലാതെ വീക്കെൻഡ് എവിക്ഷനിലേക്ക് നോമിനേഷൻ ടാസ്ക് നടന്നു. സീസൺ ഹിസ്റ്ററിയിൽ വെച്ച് ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ നോമിനേഷൻ വരുന്നത്. ഇതുവരെ കേട്ടിട്ടുണ്ടോ ക്യാപ്റ്റൻ നോമിനേഷൻ ഏതെങ്കിലും വരുന്നുണ്ടെന്ന്? ഹിസ്റ്ററിയിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ വരുന്നത്. ഈ 2 ദിവസങ്ങളിൽ ആരാണ് പുറത്തു വരുന്നതെന്ന് നമുക്ക് നോക്കാം. മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, വീണ്ടും നാളെ കാണാം.